നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് നരേന്ദ്രമോദിയോടൊപ്പം സെൽഫി എടുക്കാൻ പ്രതിമയുണ്ടാക്കി വെച്ചപ്പോ നിങ്ങൾക്കത് തോന്നിയില്ലേ? 3000 കോടി കൊടുത്ത് പ്രതിമയുണ്ടാക്കി വെച്ചപ്പോ നിങ്ങൾക്ക് തോന്നിയില്ലേ? കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ഇപ്പോ കേരളം കടക്കെണിയിലാണ്. മാത്രമല്ല ഖജനാവില് പൂച്ച വെറ്റ് കിടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? അതാണ് പുളു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ നോക്കൂ, മോഹൻലാലിനെ പോലെയുള്ള ഒരാളെ വെച്ച് ഇന്റർവ്യൂ എടുക്കുന്നു, 11 ലക്ഷത്തിലധികം രൂപ കൊടുക്കുന്നു. നീ പാവത്തിന് 1.25 ലക്ഷം രൂപ പറ്റിച്ചുല്ലേ? പാറശാല തൊട്ട് ഇങ്ങോട്ട് ഈ ദേശീയപാതയ്ക്ക് ഇരുവശവും ഫ്ലക്സ് ബോർഡ് വെച്ചോ അല്ലെങ്കിൽ ബിൽ ബോർഡ് വെച്ചോ കുഴപ്പമില്ല. പക്ഷേ ഓരോ 100 മീറ്റർ 200 മീറ്റർ കഴിയുമ്പോൾ ഈ ബോർഡ് വെച്ചിട്ട് എന്ത് കിട്ടാനാ? ഇങ്ങനെയും പൊങ്ങച്ചൻ പറയുന്നു അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കും ഇതുപോലെ. ഇത്രയേറെ സഹസ്ര കോടികളുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്ന് പറയുന്നു. അങ്ങനെ ആ സഹസ്ര കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ട് പിന്നെ എന്തിനാ ഈ ബോർഡ് വെച്ച് എന്തിനാ പബ്ലിസിറ്റി? ദൂർത്തല്ലേ അത്? ഞാൻ വിചാരിച്ചൊരു ദുഷ്ടനൊന്നുമല്ലട്ടോ, അതിലും കൂടി എന്തായിട്ടാണ്. മുമ്പ് കോൺഗ്രസ് ഇതിന് മറുപടി അവസാനിപ്പിക്കുള്ളൂ. ഇതുവരെയുള്ള എല്ലാ അപായത്തിനും ഉപായം കണ്ടെത്തിയവനാണ് ഈ ലാലിച്ചൻ. അതിനു മുമ്പ് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, അതിന് മറുപടി പോവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ആ വയനാടിന് വേണ്ടി പണിയെടുത്ത കുറെ ചെറുപ്പക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് പണി പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്നിടിച്ചു നിൽക്കുന്നു. ഒന്ന് CMDRFുമായി ബന്ധപ്പെട്ട കണക്കുകളെല്ലാം പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നതാണ്. അത് നിങ്ങൾ എടുത്തോളൂ, പരിശോധിച്ചോളൂ, അതിന്റെ കാര്യങ്ങൾ നോക്കിക്കോളൂ. സ്റ്റേജ് കെട്ടാൻ വളരെ വില കുറച്ച് മുള വാങ്ങാൻ തൊടുപുഴയിൽ പോയി. മുള കിട്ടിയില്ല, ചെലവ് 1000. മുള വാങ്ങാൻ കോതമംഗലത്ത് പോയി, മുള കിട്ടിയില്ല, ചെലവ് 2000. മുള വാങ്ങാൻ ചെറുതോണിയിൽ പോയി, മുള കിട്ടിയില്ല, ചെലവ് 5000. മുള കിട്ടിയോ പ്രസിഡന്റ്? അത് പറ. ഞങ്ങൾ ചോദിക്കുന്നത് വയനാടിന്റെ KPCC എനിക്ക് ഇവിടെ ചൊറിഞ്ഞു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞ 100 വീട്, കർണാടകയിൽ നിന്ന് പറഞ്ഞ 100 വീട്, KPCC പറഞ്ഞ 100 വീട്, പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഇവരുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ 30 വീട്, അങ്ങനെ 330 വീട്. എന്നിട്ട് ആ 330 വീട് പണിയുന്നതിന് വേണ്ടി കേരളത്തിനകത്ത് ഈ പറയുന്ന റെസിപ്റ്റ് ഉപയോഗപ്പെടുത്തി പണം പിരിച്ച ആളുകളാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും. ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണം കേട്ടോ, കേട്ട് ബോറടിച്ചു. കോൺഗ്രസ് ഈ പറയുന്ന അല്ല അത് പിന്നെ കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കോൺഗ്രസ് റെസീറ്റ് അല്ല ചവിട്ടിയതാണില്ല. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. വയനാടിന് വേണ്ടി പൈസ പിരിച്ചോ ഇല്ലയെന്നാണ് ചോദ്യം. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ. വയനാടിന് വേണ്ടി പൈസ പിരിച്ചു. ഇപ്പൊ അവര് തറക്കല്ലിട്ടു എന്നാണ് പറയുന്നത്. ആ തറക്കല്ലിട്ടവിടെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഒന്നുമായിട്ടില്ല. അപ്പോഴാണ് 178 വീടിന്റെ പണി കഴിച്ച ഈ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. താമസിച്ച ഒരു കുടുംബത്തിന്റെ പേര് പറ. താമസിക്കുന്ന ഒരു കുടുംബത്തിന്റെ പേര് പറ. താമസിക്കുന്ന ഒരു കുടുംബത്തിന്റെ പേര്, ഒരാളുടെ പേര്, കുടുംബത്തിന് വേണ്ട ഒരാളുടെ പേര് പറ. ടൗൺഷിപ്പാണ് നിർമ്മിക്കുന്നത്. അവിടെ സ്കൂളുകൾ വരണം, ആശുപത്രികൾ വരണം. അതിന്റെ വരും. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. മൂന്നാമത് പിണറായി വിജയൻ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ഏറ്റവും ആദ്യം പൂർത്തീകരിക്കുക വയനാടായിരിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. എല്ലാ കാലത്തും അവരവരുടെ സർക്കാരുകൾ ഈ പറയുന്നത് പോലെ പരസ്യം എല്ലാം കൊടുക്കാറുണ്ട്. അത്രത്തിലൊക്കെയാണ് പരസ്യം കൊടുത്തിട്ടുള്ളത്. ആ പരസ്യം കൊടുത്തതൊക്കെ ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളാണ്. ഇവിടെ നിന്ന് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എന്തിനാ ബിൽ ബോർഡ്?
നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് നരേന്ദ്രമോദിയോടൊപ്പം സെൽഫി എടുക്കാൻ പ്രതിമയുണ്ടാക്കി വെച്ചപ്പോ നിങ്ങൾക്കത് തോന്നിയില്ലേ? നിങ്ങൾക്ക് തോന്നിയില്ലേ? 3000 കോടി കൊടുത്ത് പ്രതിമയുണ്ടാക്കി വെച്ചപ്പോ നിങ്ങൾക്ക് തോന്നിയില്ലേ? മുതലാളിക്ക് വിവരമില്ലെന്ന് നാട്ടുകാർ പറയാറുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കരുത്. അവരാണ് ചോദ്യം ചെയ്യുന്നത്. ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കേരളത്തിലെ വികസനം നടപ്പിലാക്കിയ സർക്കാർ, ആ സർക്കാർ 10 ബോർഡ് വെച്ചിട്ടുണ്ട്. നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോടാ? വന്നു നോക്കൂ, പത്തല്ല വന്നു നോക്കാം. ഇതിനെ. നമുക്ക് യാത്ര ചെയ്യാം, പത്തല്ല. നമുക്ക് യാത്ര ചെയ്യാം. പത്തല്ല. എല്ലാ സർക്കാരും UDF ഉണ്ടാവുന്ന സമയത്ത് പിന്നെ ഇവിടെ BJP വരാത്ത ഞങ്ങളുടെ കുറ്റമല്ലല്ലോ, ഇവിടുത്തെ നാട്ടുകാർക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാണ്. ശരി ശരി മനസ്സിലായല്ലോ? UDF-ന്റെ കാലത്തും ഇതുപോലെ പ്രചരണം നടത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. ഈ പിന്നെ നമ്മുടെ ചൂരൽമല ദുരന്തം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്ര കോടികൾ വന്നു, എത്ര കോടി ഇപ്പൊ വീട് നിർമ്മിക്കാൻ വേണ്ടി ചെലവാക്കി? പറയട്ടെ എന്തുവായത്? പറയട്ടെ പേടിപ്പിക്കില്ല നേതാക്കന്മാരെ, പേടിച്ചു പോകൂട്ടാ. ചൂരൽമലയിലെ മുണ്ടക്കൈയുടെ ദുരന്തത്തിന്റെ ഭാഗമായി എത്ര രൂപ CMDRF-ലേക്ക് വന്നു എന്നുള്ളത് ഈ കേരളത്തിന് മുഴുവൻ അറിയാം. അത് പിന്നെ ഒരു അണുവിട വിടാതെ ഇത്ര എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട്, എത്ര കോടി രൂപ ഇതിലേക്ക് CMDRF-ലേക്ക് വന്നു. നിങ്ങൾ വിവരാവകാശം കൊടുത്തോളൂ, നിങ്ങൾക്ക് ഉൾപ്പെടെ കിട്ടും. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. എത്ര കോടി രൂപ വന്നു, ആ വന്നതിൽ എത്ര കോടി രൂപ നിങ്ങൾ അതിര് കിടക്കുന്നു. അല്ല സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് കണക്കിന് എടുത്തു വരാത്തത് കൊണ്ടാണ് അത് എന്റെ പോരായ്മയായിട്ട് ഞാൻ 178ഓളം വീടിന്റെ പണി എത്ര ചെലവായി ഉൾപ്പെടെ ഇത് ഗവൺമെന്റിലേക്ക്, സർക്കാരിലേക്ക് വന്ന CMDRF-ലേക്ക് വന്ന ഫണ്ടാണ്. അത് ഈ കേരളത്തിലെ ഓരോ മനുഷ്യരെയും ബോധ്യപ്പെടുത്തും. നിങ്ങൾ കട്ടോ, പക്ഷെ ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ട് കക്കരുത്. ഷഡ്ഡിയുടെ മേളിൽ കയറി കോണം കിട്ടും. ഇപ്പൊ 786 കോടി രൂപ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളോട് വയനാടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പിരിച്ച പൈസ, യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ, ആ പൈസ എവിടെന്ന് ആദ്യം പറയാൻ വേണ്ടി പറ. എന്റെ പൊന്നണി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? കേരള സർക്കാർ CMDRF-ലേക്ക് എത്ര കോടി രൂപ പിരിച്ചു, എത്ര രൂപ ഓരോന്നിനും അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ചെലവാക്കിയിട്ടുണ്ടെന്ന് ഈ കേരള സമൂഹത്തിന് അറിയാം. കേരള സമൂഹത്തിന് അറിയില്ല.